ഹായ് നമസ്കാരം. ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ കൊച്ചി 2026 പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെയും വലിയൊരു മെഷീൻ കാണാം കേട്ടോ. മോൾഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെഷീനാണ് തോന്നുന്നു. 10 കിലോ ആണ് മാക്സിമം വെയിറ്റ്. ഇവിടെ പറഞ്ഞിട്ട് ഇൻഡസ്ട്രി ഗ്രേഡ് CNC മെഷീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എസ് മൈക്രോമാറ്റിക് ഗ്രൂപ്പ് CNC സിമുലേറ്ററാണ് ഈ കാണുന്നത്. മോൾഡ് ചെയ്യുന്ന ഒരു ഡെമോയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. CNC മെഷീൻ ഉപയോഗിച്ച് കല്യാൺ ഇൻഡസ്ട്രീസിൻ്റെ വുഡ് ഫാക്ടറികളിലൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ ടൈപ്പ് മെഷീൻസ് ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക് പ്ലൈവുഡ് ഡബിൾ സൈസറായി കാണുന്നത് ചെയിൻ DD സോ ആണ് ഈ കാണുന്നത്. ചെയിൻ ഉപയോഗിച്ച് ഗാങ്സോ എന്ന് പറഞ്ഞ മെഷീൻ ഈ താഴെ കാണിക്കും. ഷോർട്ട് വിനിയർ കോർ ഫാലി കമ്പോസറാണ്. അങ്ങനെ കുറേ മെഷീൻസ് ഇവർക്കുണ്ട്. ഡ്രയറൊക്കെയാണ് ആ ഒരു ഇത് കാണുന്നത് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. സോളിഡ് ടയർ റീട്രെഡിങ്ങിൻ്റെ മെഷീൻ. ടയർ റീട്രെഡിങ് ആണ്, മാനുഫാക്ചറിങ്. മെസ്റോ ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ് കേട്ടോ. അവരുടെ ഫാക്ടറിയിലെ വീഡിയോസൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ടയർ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആഘോഷം എങ്ങനെ വരുന്നത് കാണാം. ബിടെക്സ് ഇന്ത്യ ചില ഷോക്ക് അബ്സർവറൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് തോന്നുന്നു. So, good afternoon everyone. I'm Sayamar Babil from BTEX India, Coimbatore. We are the manufacturers of gas spring and other products what we have. So here if you come, we have gas spring over here, and we have 300 types available in gas spring, which comes with an industry, like it is used for industrial purpose of door opening and closing. And if you come inside, we have the strippers over here. Rubber strippers, industrial door locks, keys, spools, and this side we have the chain links over here. Over here we have the chain links, spring, gears, and there are few chain links kept over there. And there is a pressure transmitter. What we are doing it on dealership business. So. And we have the rubber beadings over here. As we can see here, this is a rubber beading which is mostly used in cars and other sectors. And other tools are also available. BTEX India provides a customization policy which makes the customer more interactful with the BTEX India members. So thank you so much. Woods ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചു നോക്കാം. ബിൽഡിങ്സ് സ്റ്റീലിൽ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, ഫാക്ടറീസ്, വെയർ ഹൗസ്, ഗോഡൗൺസ്, മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഒക്കെ സ്റ്റീലിൽ ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റൊക്കെ വരുന്നത്? ഇത് കോസ്റ്റ് നമുക്ക് ലംസമായിട്ടാണ് വരുന്നത്. ഡ്രോയിങ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് തരുന്നത്. നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് അറിയാം. അപ്പോൾ ഇങ്ങനെ ആ കാണുന്ന ഒരു സ്ട്രക്ചറില്ല, അതാണ്ട് ആ കാണുന്നത് ആ ബ്ലൂ റൂഫ് ഇട്ടത്, അതിനൊക്കെ തന്നെ ആയിട്ടുണ്ട്. ആ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് വേണ്ടി ചെയ്ത പ്രോജക്റ്റാണ്. അതിന് വേറെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും. ആ ടൈപ്പ് ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അറൗണ്ട് 350 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ എല്ലാം സ്ട്രക്ചർ ഇരുമ്പ് ചെയ്യും അല്ലേ? സ്ട്രക്ചറെല്ലാം MS പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യും. ബെർലിൻ സെലക്ട് ചെയ്യുക. പിന്നെ അത് കവർ ചെയ്യാൻ വേറെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടോ? നോർമൽ ഷീറ്റ് ആ ബ്ലൂ അതൊക്കെ ഷീറ്റാണോ? അതൊക്കെ എല്ലാം ഷീറ്റാണ്. ഇത് നമ്മളൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, എക്കോസിസ്റ്റം അസോസിയേറ്റ്സ്. നമുക്ക് ഈ ഓൾ ഓവർ ദ വേൾഡ് OEMs ഉണ്ടല്ലോ, OEMസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്.
ഇതൊക്കെ എംബഡഡ് പ്രോഡക്ട്സ് ആണ്. ഇത് എക്സ്ജെ ടാഗ് ആൻഡ് പീക്ക് ജർമ്മൻ ബേസ്ഡ് ആണ്. എക്സ്ജെ ടാഗ് ഈ നമ്മുടെ ഈ PCB ബോർഡിൻ്റെ ഒക്കെ ഫോൾട്ട് അനാലിസിസിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് എക്സ്ജെ ടാഗ്. താഴെ കാണുന്നത് ഈ കാണുന്ന പീക്കാണ്. പീക്ക് പ്രോഡക്റ്റ് ഈ ഓട്ടോമൊബൈലിൻ്റെ ഫോൾട്ട്, ഓട്ടോമൊബൈലിൻ്റെ ബ്രേക്ക് അതുപോലെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതാണ് പീക്ക് അനാലിസിസ്. അവിടെ താഴെ കാണുന്നത് അവിടെ കാണുന്നത് GW ഇൻസ്റ്റൻ്റ്. ഇത് തൈവാൻ ബേസ്ഡ് കമ്പനിയാണ്. ഇത് പവർ സപ്ലൈ, ഓസിലോസ്കോപ്പ്, ഡാക്ക്, ലോഡ് എല്ലാത്തിൻ്റെയും സപ്ലൈ 360+ പ്രോഡക്ട്സ് ഉണ്ട്. ഇത് JBC എന്ന് പറഞ്ഞാൽ സ്പെയിൻ ബേസ്ഡ് കമ്പനിയാണ്. സോൾഡറിംഗ് സ്റ്റേഷൻസ് ആണ് അവരുടെ മെയിൻ. അവർക്ക് എല്ലാ ടൈപ്പ് സോൾഡറിംഗ് ഉണ്ട്. ബാറ്ററി പവർ അയൺ സോൾഡറിംഗ് ഉണ്ട്, റോബോട്ടിക് ആം സോൾഡറിംഗ് ഉണ്ട്, സോൾഡറിംഗ്, ഡിസോൾഡറിംഗ്, ഹോട്ട് എയർ എല്ലാം ഉണ്ട്. ഇത് ആർട്ട്ലോജിക്സ്, അത് ഫ്രഞ്ച് കമ്പനിയാണ്. അവരുടെ പണി വെച്ചാൽ ഒരു EV ബാറ്ററീസിൻ്റെ റീസൈക്ലിംഗ്, ഈ ബാറ്ററി റീസൈക്ലിംഗ് ആണ്. ഇത് റിഗോൾ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ചൈനീസ് ബ്രാൻഡാണ്. ഹൈ എൻഡ് ഓസിലോസ്കോപ്പ്, സ്പെക്ട്രം അനലൈസർ, സിഗ്നൽ ജനറേറ്റർ മാനുഫാക്ചർ ചെയ്യുന്നത്. ആ കാണുന്ന വിഷനാണ്, വിഷൻ എഞ്ചിനീയറിംഗ്. അത് UK ബേസ്ഡ് കമ്പനിയാണ്, ബ്രിട്ടൻ. അവർ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് മൈക്രോസ്കോപ്പ്. ഇതിൻ്റെ പേരാണ് ഡൈനോസ്കോപ്പ്. ഡൈനോസിൻ്റെ ഹെഡ് പോലുള്ളതാണ് ഡൈനോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് സാധാരണ മൈക്രോസ്കോപ്പ് പോലല്ല. സാധാരണ മൈക്രോസ്കോപ്പിൽ നമ്മൾ IPS യൂസ് ചെയ്യുന്നത്. ഇത് IPS ലെസ് ആണ്. ഇവിടെ കസ്റ്റമറിന് ചുമ്മാ ഇരുന്നിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഹൈ എൻഡ് മാഗ്നിഫൈഡ് ഇമേജ് കാണാൻ പറ്റും. ഇതിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ് ഇവിടെ കൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നെറ്റ് പെയിൻ ഒന്നുമില്ല, എർഗോണമിക്കാണ്. ഇതാണ് വിഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഓൺ ചെയ്യാൻ പറ്റുമോ? ഓൺ ചെയ്യാൻ പറ്റുമോ ഇപ്പം? നോക്കാൻ പറ്റും. ഇതിപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ് കാണാൻ പറ്റും. അത് കണ്ടു വെച്ച് നോക്കണം അല്ലേ? ഇത് അക്യൂട്ട് തൈവാൻ ബ്രാൻഡാണ്. ഇത് പോർട്ടബിൾ ഓസിലോസ്കോപ്പ്. അതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല ഫീൽഡിലോട്ട്. അതുകൊണ്ട് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. ഇത് ഇത്രേ ഉള്ളൂ. പോർട്ടബിൾ ആണ്. 200 MHz 4 അനലോഗ് ചാനൽ, 16 ഡിജിറ്റൽ ചാനൽസ്. PC ബേസ്ഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. PC ബേസ്ഡ് ഓസിലോസ്കോപ്പാണ്. സോഫ്റ്റ്വെയർ ഫ്രീ ആണ്. കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത്. നമുക്കിതാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതാണ് MSO 3124V. ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അവസാനം പറയുന്നത് അമിടെക് ആണ്. അമിടെക് USA ബേസ്ഡ് കമ്പനിയാണ്. അവർ ഹൈ എൻഡ് പ്രൊഡക്ട്സാണ്. ഹൈ എൻഡ് ബൈഡയറക്ഷൻ പവർ സപ്ലൈസ്, ഓസിലോസ്കോപ്പ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നവരാണ്. അവർക്ക് വലിയ സീരീസ് ഉണ്ട്. സൊറാക്സും കാലിഫോർണിയൊക്കെ ഉണ്ട്. ഇത് GW ഇൻസ്റ്റൻ്റെ ബൈഡയറക്ഷൻ പവർ സപ്ലൈ ആണ്. ആ കാണിച്ചിരിക്കുന്ന RBS സീരീസിൻ്റെ ആണിത്. ഇതൊരു ബൈഡയറക്ഷൻ പവർ സപ്ലൈ ആണ്. ഇത് ലോഡായിട്ടും DC പവർ സപ്ലൈ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡാറ്റ അക്വിസിഷൻ 30 പാരാമീറ്റേഴ്സ്, അതായത് DC വോൾട്ടേജ്, AC വോൾട്ടേജ്, ടെമ്പറേച്ചർ, സ്ട്രെയിൻ, സ്ട്രെസ് എല്ലാം നമുക്ക് ഇത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ബാക്കിൽ 3 മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളിൽ കണക്ട് ചെയ്താണ് ടെമ്പറേച്ചർ. ശരി, താങ്ക്സ്. ഇത് കൂടുതലും പ്രോസസ് ഓട്ടോമേഷൻ, ഫാക്ടറി പ്രോസസ് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് ഇതെല്ലാം. ഇതിൽ മെയിനായിട്ട് ഫ്ലോ, പ്രഷർ, ടെമ്പറേച്ചർ, ലെവൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇതെല്ലാം ഉള്ളത്. ഫ്ലോ കൺട്രോൾ വാൽവ്സ്, ലെവൽ സെൻസേഴ്സ്, ടെമ്പറേച്ചർ സെൻസേഴ്സ്, പ്രഷർ ട്രാൻസ്മിറ്റർ, ദെൻ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് ന്യൂമാറ്റിക് പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. ഫെസ്റ്റോ ബ്രാൻഡിൽ വരുന്നതാണ് അതെല്ലാം. പിന്നെ നമുക്കുള്ളത് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ, ബട്ടർഫ്ലൈ വാൽവ്സ്, ബോൾ വാൽവ്സ്, നൈഫ് ഗേറ്റ് വാൽവ്സ് കൂടുതലും ഫ്ലൂയിഡ്സ് ലൈക്ക് സ്ലെറി, പിന്നെ നമുക്ക് കുറച്ച് പൗഡർ ഫോമിലുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടൈപ്പ് ഓഫ് വാൽവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഹോം ലിഫ്റ്റ് വീട്ടിലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിഫ്റ്റുകളുടെ പ്രോസസ് കാണിക്കും. അപ്പോൾ ഈ സ്ഥലത്തിലല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ ഇതിപ്പോൾ ലിഫ്റ്റ് മോഡിക്ക് ഈ ഏരിയ നമ്മുടെ ഫ്രീ ആയി. അപ്പോൾ വീട്ടിൽ നമ്മുടെ എങ്ങനെ കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് എങ്ങനെ വരുന്നത്? 9.3 lakhs പ്ലസ് ടാക്സ്. ഇത് 10 ലക്ഷം മുടക്കിയത് പടികറ വീട്ടിൽ യാത്ര ചെയ്യാം മുകളിലോടുന്നതായിട്ടും. ഐബല്ലോ എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീൻസ് അവിടെ കാണുന്നത് ഇവിടെ പവർ ടൂൾസാണ്. പിന്നെ ഇവിടെ ഒരു കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീനുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൂളർ മെഷീൻ കേട്ടോ, വാട്ടർ കൂളർ. നല്ലതാണ് ഇപ്പോൾ. 22,500, 48,000 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മെഷീൻ അവൈലബിൾ ആണ്. കാപ്സൺ എയർ കൂളേഴ്സ്
ഈ കാണുന്നത് ട്രാൻസ്ഫോമറൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി കേട്ടോ. ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്ഫോമറൊക്കെ ഇല്ലേ, റെസി ടെക്. വലിയ വലിയ സംഗതികളാണ് ഇവർ ബിൽഡ് ചെയ്യുന്നത്. ഇതൊക്കെ വെയിൻ സ്കെയിലല്ലേ ഇതെല്ലാം? ചെറുതൊക്കെ ഇത് എന്നാ പ്രൈസ് ഉണ്ട്? അതൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് വ്യാപാര ആവശ്യത്തിനാണെങ്കിൽ 2500 രൂപ ആവും, ഇൻക്ലൂഡിങ് സർട്ടിഫിക്കേഷൻ സഹിതം. ഓക്കെ. മാർക്ക് വെയിൻ സ്കെയിൽസ്, മാർക്ക് വെയിൻ സിസ്റ്റംസ് ആണ് അവരുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയ വെയിൻ സ്കെയിലുകൾ കേട്ടോ. കരുനാഗപ്പള്ളിയിലാണ് ഒരു ഓഫീസ്. സ്റ്റീൽ സ്ട്രക്ചറാണോ എന്നിട്ട് അത് കവർ ചെയ്യും? എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? എങ്ങനെയാണ്? എന്ത് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്? ആ അതെ, എന്ത് ഷീറ്റ് അത്? ആ, ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പ്ലാനിനനുസരിച്ച് ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ ഒരു സംഗതി ചെയ്യുമ്പം എത്രയായിട്ടുണ്ട്? സിവിൽ വർക്ക് കൂടാതെ 400 രൂപീസ്. 400. ധാരാളം പാക്കിംഗ് മെഷീൻസ് ഇവിടെ ഡിസ്പ്ലേക്ക് ഉണ്ട് കേട്ടോ. 1-2 ഞാൻ കവർ ചെയ്തു. എല്ലാം ഒന്നും കവർ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം സെയിം ഇല്ല. പല പല കമ്പനികളുണ്ടാക്കിയിരിക്കുന്നതാണ് ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, കേരള പവലിയൻ ഹാൾ 2. അങ്ങോട്ട് നിന്ന് കയറി നോക്കാം എവിടെ എന്താ ഉള്ളത് നോക്കാം. കാറുകളുടെയൊക്കെ പ്രവർത്തനമുണ്ട്. KSIDCയുടെ കൗണ്ടറുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് KSIDC. ഇൻഫ്രയുടെയൊക്കെ കൗണ്ടറുണ്ട് കേട്ടോ. ഇൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെൻറ്റർ കാക്കനാടാണുള്ളത്. കാക്കനാട് ഇവരുടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എക്സിബിഷൻ സെൻറ്ററിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേറെയും കാണിച്ചിട്ടുണ്ട്. അവിടെ VIP ലോങ്, ബോർഡ് റൂം, ഗസ്റ്റ് റൂം, ഗ്രൗണ്ട് ഹാള്, മീറ്റിംഗ് ഹാള്, പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. യൂണിറ്റി മാൾ ട്രിവാൻഡ്രം. ഈ മാളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഞാനിപ്പോഴത് കേൾക്കുന്നത്. ഇൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് തൃശ്ശൂരാണുള്ളത്. പെട്രോ കെമിക്കൽ പാർക്ക് അമ്പലമുകൾ കൊച്ചി. പിന്നെ ഇവിടെ മുഴുവനെ ഫുള്ള് ഫുഡിൻ്റെ സ്റ്റാൾസാണ്. അതെല്ലാം കഴിഞ്ഞ പിന്നെ ഭദ്രാസ് നാട്ടിലെ രുചി, ഇങ്ങനെ ഫുഡ് ഐറ്റംസ് വിൽക്കുന്നത്. ഫുഡ് ഐറ്റംസ് എല്ലാം പാക്കറ്റ് ഐറ്റംസാണ്. ഷെഫ് ഡേ, ഡ്രൈ ന്യൂട്രി, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നത്. ഷോപ്പ് ജിഞ്ചർ കാർ, ഗ്രേസ് ഫുഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഹൈബ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് യൂട്യൂബ്. എന്നാൽ മാത്രമേ വീഡിയോ മുമ്പോട്ട് കൂടുതൽ ആളുകൾ കാണത്തുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.